പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷന് തുടക്കം. പ്രശസ്ത ബൈബിൾ പണ്ഡിതനും നവജീവൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ ഫാദർ വിപിൻ ചൂതമ്പറമ്പിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. എന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഇടവരുന്നിടത്തെല്ലാം കർത്താവിന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരിടമാണ് ഈ സെന്റ് ജോർജ് ദേവാലയം. പ്രത്യേകിച്ച് ഈ ദേവാലയത്തെ നമ്മെ ആത്മീയമായി നയിക്കുന്ന ജോർജ് അച്ഛനെ, സിസ്റ്റേഴ്സിനെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും പ്രിയമുള്ളവരെയും കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കൺവെൻഷൻ മൂവാറ്റുപുഴ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് പാർമേൽ ഉദ്ഘാടനം ചെയ്തു. വചന ശ്രവണം നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ബൈബിൾ വായിക്കും, സമൂഹത്തിലെ ദേവാലയത്തിൽ വായിക്കും. പക്ഷേ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയെ സംബന്ധിച്ച് രക്ഷാകരമായി തീരുന്നതായി വ്യക്തിപരമായിട്ടുള്ള വചനത്തോടുള്ള ആഭിമുഖ്യത്തിലൂടെ പലപ്പോഴും നമുക്കറിയാം ക്രിസ്ത്യാനികളാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെല്ലാം ഓർമ്മിക്കുന്ന ഈ തപസ്സുകാലം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം നമ്മൾ പറയാറുണ്ട് കുരിശാണ് എന്ന് പറയാം. കുരിശ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് പറയുമ്പോൾ ആ കുരിശിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു മറുപടിയായി തരാൻ സാധിക്കും. കാരണം മനുഷ്യദൃഷ്ടിയിൽ നിസ്സഹായം എന്ന രീതിയിലാണ് കർത്താവിനെ നമ്മൾ കുരിശിൽ കാണുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ സഹനദാസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യനെന്ന് അറിയാത്ത രീതിയിൽ അവിടുത്തെ മുഖം അത്രമാത്രമാണ്. ഇടവക വികാരി ഫാദർ ജോർജ് പുത്തമ്പറമ്പിൽ, ഫാദർ പ്രിൻസ് തുടങ്ങിയവർ ദിവ്യബലി അർപ്പിച്ചു. ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. B&B Fashions and Footwears, St. Anthony's Chapel സമീപം പൂപ്പാനി റോഡ്, ഐമുറിക്കവല.